ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നടനും ഏറ്റവും വലിയ താരവുമാണല്ലോ ലാലേട്ടൻ. ലാലേട്ടന്റെ സിനിമ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചൊരു ദിവസത്തിലൂടെയാണല്ലോ ഇന്നേ ദിവസം കടന്നുപോയിരിക്കുന്നത്. ഇന്ന് ലാലേട്ടനെ തേടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിയിരിക്കുകയാണ്. ഇന്നായിരുന്നു 2023 സെൻസർ ചെയ്യപ്പെട്ട സിനിമകൾക്കുള്ള ദേശീയ പുരസ്കാര വിതരണ ചടങ്ങ് നടന്നത്. ആ ചടങ്ങിലായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലാലേട്ടന് ലഭ്യമായത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് ലാലേട്ടന് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ആ ഒരു അവാർഡ് വീഡിയോ എല്ലാം തന്നെ ഇതിനോടകം തന്നെ കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. ഒരു മലയാളി നടന് ഇന്ത്യൻ നടന് ലഭ്യമാക്കുന്നതിൽ ഏറ്റവും വലിയ സ്വീകരണമാണ് ആ അവാർഡ് വേദിയിൽ, ആ അവാർഡ് ഹാളിൽ ലാലേട്ടന് ലഭ്യമായത്. ലാലേട്ടൻ അവാർഡ് സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ ആ ഹാളിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുക, കൈയടിക്കുക, അതോടൊപ്പം തന്നെ ആരവങ്ങൾ മുടക്കുക എന്നതൊക്കെ ഒരു മലയാളി നടന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വീകരണം തന്നെയാണ്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആ നിമിഷം മാത്രമല്ല, അതിനു മുന്നേ സ്വാഗത പ്രസംഗം മുതൽ തന്നെ ലാലേട്ടന്റെ ഒരു ഇമ്പാക്ട് നാം കണ്ടറിഞ്ഞതാണ്. സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ മോഹൻലാലിനെ ലാലേട്ടൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ പ്രസംഗം പൂർത്തിയാക്കിയതെങ്കിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയിൽ നിന്നും അതിനേക്കാൾ വലിയ പുകഴ്ത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ട്രൂ ലെജൻഡ് OG മോഹൻലാൽ ജി, താങ്കൾ ഒരു ഉഗ്രൻ ആക്ടറാണ് എന്നൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയട്ടെ, സാക്ഷാൽ ഷാറുഖ് ഖാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താരമാണ് ലാലേട്ടന് തൊട്ടടുത്തായിട്ട് ഇരുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയെടുത്തത്. എന്നാൽ SRKയേക്കാൾ ഡബിൾ മടങ്ങ് ഇമ്പാക്റ്റ്, അവരെല്ലാം തന്നെ ഞെട്ടിക്കുന്ന ലെവൽ ഇമ്പാക്റ്റാണ് ലാലേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ലാലേട്ടന് പുരസ്കാരം ലഭ്യമാക്കുക മാത്രമല്ല, ലാലേട്ടൻ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല സിനിമയിലെ പല രംഗങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള 2-3 മിനിറ്റ് ഡ്യൂറേഷനുള്ളൊരു വീഡിയോ പോലും വാളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ച, അത് അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. ആകെ മൊത്തത്തിൽ ലാലേട്ടന് അർഹതയുള്ള ആ പുരസ്കാരം തന്നെയാണ് ലാലേട്ടൻ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇത് ആദ്യമായിട്ടൊന്നും തന്നെയല്ല ലാലേട്ടൻ ദേശീയ അവാർഡ് വേദിയിൽ എത്തുന്നത്. മുൻപും പലതവണ ദേശീയ അവാർഡ് നേടിയെടുത്തിട്ടുള്ളതാണ് പല കാറ്റഗറിയിൽ. എന്നാൽ അതിനേക്കാളെല്ലാം തന്നെ വലിയ മാസ് ഇമ്പാക്റ്റാണ് ഇന്നത്തെ ഫാൽക്കെ അവാർഡ് ലാലേട്ടനെ നേടിക്കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വർഷത്തെ ലാലേട്ടന്റെ സിനിമകളുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തെക്കാൾ ഡബിൾ മടങ്ങ് ഇമ്പാക്റ്റാണ് ഇന്നത്തെ ദേശീയ അവാർഡ് വേദിയിൽ ലാലേട്ടൻ നേടിയെടുത്തിരിക്കുന്നത്. വിമർശകർക്കെല്ലാം തന്നെ വലിയ മറുപടി നൽകിക്കഴിഞ്ഞാൽ ലാലേട്ടൻ തുടരട്ടെ. ലാലേട്ടൻ എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാത്തിരിക്കു കൂടുതൽ ലാലേട്ടൻ സിനിമാ വാർത്തകൾക്ക്.